ബി.ജെ.പി. ഭരണത്തിലോ കേരളത്തിൽ വലിയ ചർച്ചയായ ഒരു വിവാദ വീഡിയോ സംബന്ധിച്ച കേസിൽ സർക്കാരിന് വീഴ്ചയുണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന കേസായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വിശദീകരിക്കാവുന്ന പ്രസ്താവങ്ങളല്ല ആ വീഡിയോയിലുള്ളത്. ഒരു സംഘപരിവാർ ബന്ധു നടത്തിയ വിദ്വേഷ പ്രസ്താവങ്ങളാണ് വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് സംബന്ധിച്ചൊരു കേസെടുക്കാൻ തന്നെ വൈകി. അതിനുശേഷം കേസെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ജാമ്യം കിട്ടാൻ പാകത്തിൽ വലിയ വീഴ്ച മനഃപൂർവ്വമായി തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്തായിരുന്നു ആ വീഴ്ച? 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന ഒരാൾക്ക് അറസ്റ്റിന് മുമ്പ് നോട്ടീസ് നൽകണമെന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ് കേട്ടോ. ഏത് പോലീസുകാരനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് പോലീസ് വീഴ്ച വരുത്തിയിരിക്കുന്നത്. ആ ഒറ്റ കാരണത്താൽ തന്നെ കേസിന്റെ മെറിറ്റിലേക്ക് പോലും കടക്കാതെ ഏത് കോടതിക്കും ജാമ്യം അനുവദിക്കാൻ കഴിയും. അതാണ് ഇന്നലെ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത്? അത് മനഃപൂർവ്വമായിരുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അപ്പോഴാണ് ബി.ജെ.പി. കിഴുത്തിയായി ഒരു കൗൺസിലർ കാപ്പ കേസിൽ പെടുന്നത്. കോർപ്പറേഷന്റെ 3 യോഗങ്ങളിൽ അനുമതിയില്ലാതെ തുടർച്ചയായി ആബ്സെന്റ് ആയാൽ അയാളുടെ അംഗത്വം റദ്ദാകുമെന്നതാണല്ലോ കേരളത്തിലെ മുനിസിപ്പൽ ആക്ട് പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ തന്നെ സഹായത്തോടെ ബി.ജെ.പി. ഈ പ്രതിസന്ധി വിജയകരമായി മറികടക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താ സംഭവിച്ചത്? ജയിലിൽ കഴിയുന്ന സുഗതന് അവധി അനുവദിക്കാമെന്നാണ് തദ്ദേശ വകുപ്പ് ഒരു കുറിപ്പ് നൽകിയത്. ഇത് തദ്ദേശ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല, വകുപ്പ് സെക്രട്ടറിയും അറിഞ്ഞിട്ടില്ല. ആ കുറിപ്പ് ഒരു തുരുപ്പ് ചീട്ടാക്കി കോർപ്പറേഷൻ യോഗം സുഗതന് 6 മാസത്തേക്ക് അവധി നൽകുന്നു, ഭരണം നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി ഏതായാലും 6 മാസത്തേക്ക് ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രതിസന്ധിയുമില്ല കേട്ടോ. ബി.ജെ.പിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രി ഭരിക്കുന്ന വകുപ്പിലാണ് ഒരു തീരുമാനം തലയിൽ തുണിയുമിട്ട് രാത്രിക്ക് രാത്രി സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറങ്ങി വളരെ രഹസ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഒളിച്ചെത്തിയത്. തൊട്ടു പിന്നാലെ വരുന്നു വന്ദേമാതരം വിവാദം. സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം മുഴുവനായും പാടണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ഒരു കത്തയച്ചു. പൊതുഭരണ വകുപ്പിന്റെ പേരിലായിരുന്നു കേട്ടോ കത്ത്. ആ വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ്. 3 ആഴ്ച മുമ്പാണെന്നേ മറ്റൊരു കേസിൽ കേരള ഹൈക്കോടതി ഇതേ വിഷയം ഉന്നയിച്ച് സംസ്ഥാനത്തെ പോലീസിനെ കുടഞ്ഞത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചൊരു സംഭവമായിരുന്നു അത്. ആ കേസിൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ M.K. റാം പ്രതി ചേർക്കപ്പെട്ടു. 3 മാസമായി ഒളിവിലായിരുന്ന റാമിനെ ഒടുവിൽ പോലീസ് പിടികൂടി തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി. കോടതി റാമിന് ജാമ്യം കൊടുത്തു. എന്താ കാരണം? അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും പോലീസ് എടുത്തിരുന്നില്ല. ഇതിനെതിരെ നിതിൻ രാജിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്തായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം? കേസ് കൈകാര്യം ചെയ്ത രീതി ഗുരുതരമായ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്നാണ് കോടതി അന്ന് പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കോടതി ശാസിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചത് കേവലം 3 ആഴ്ചകൾക്ക് മുമ്പാണ് കേട്ടോ. ബി.ജെ.പി. ഭരണത്തിലോ കേരളം